ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോജിൻ. ഇന്ന് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ആരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ എന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ദൈവത്തോടാണ്. കാരണം നമ്മളെ ഈ ലോകത്തേക്ക് അയച്ച ദൈവത്തെ നമ്മൾ നന്ദി പറയണം. അതിനുശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മുടെ മാതാപിതാക്കന്മാരോടാണ്. നമ്മളെ ഈ ലോകത്ത് ഇത്രയധികമായി ഇൻഫ്ലുവൻസ് ചെയ്ത, സ്വാധീനിച്ച വ്യക്തികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളാണ്. അതിനുശേഷം നമ്മുടെ കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ, പിന്നെ നമ്മുടെ ഏറ്റവും നന്ദി പറയേണ്ടത് നമ്മുടെ ഫ്രണ്ട്സിനോടാണ്. നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ, നമ്മുടെ ബാല്യത്തിലും നമ്മുടെ എല്ലാ കാലഘട്ടത്തിലും മാതാപിതാക്കൾ നമ്മുടെ ഒപ്പം ഉണ്ടാവും. ഇനി അതിനുശേഷം ഉദാഹരണമായിട്ട് എൻ്റെ അപ്പനും അമ്മയും എന്നെ അത്രയധികമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്ന് ഞാൻ ഒത്തിരി ഗുണങ്ങൾ ജന്മനാ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അവരിൽ നിന്ന് ഞാൻ കണ്ടുപഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ അപ്പൻ എന്നെ കഷ്ടപ്പെട്ട് വളർത്തുന്നത് ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ട്. അതിനുശേഷം അപ്പൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് എന്നും അതിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു പോസിറ്റീവ് എനർജി എന്നിലേക്ക് വരാൻ കാരണം ഇവർ രണ്ടുപേരുടെയും ഇൻഫ്ലുവൻസ് എന്നിലുള്ളത് കൊണ്ടാണ്. അതിനുശേഷം ഞാൻ പിന്നെ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ ചേട്ടനോടാണ്. ഞങ്ങൾ തമ്മിൽ 4 വയസ്സിൻ്റെ വ്യത്യാസമാണുള്ളത്, ചേട്ടനും ഞാനും തമ്മിലുള്ള. അപ്പം എന്നിരുന്നാലും ഞങ്ങൾ തമ്മിൽ ചെറുപ്പത്തിൽ നന്നായിട്ട് അടി കൂടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതലും പപ്പയുടെ നിന്നും മമ്മിയുടെ നിന്ന് അടി മേടിച്ചതും എൻ്റെ ചേട്ടനാണ്. ഞങ്ങൾ രണ്ടുപേരും കുരുത്തക്കേട് കാണിച്ചാലും ഏറ്റവും കൂടുതൽ അടി മേടിച്ചത് എൻ്റെ ചേട്ടനാണ്. കാരണം ചേട്ടനാണല്ലോ മൂത്തത്. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ ചേട്ടൻ പഠിക്കാനായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു, ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വന്നു. അപ്പം കൂട്ടുകാരുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് എൻ്റെ 10ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർ, അവരോടും പ്രത്യേകമായിട്ട് കടപ്പെട്ടിരിക്കുന്നു. പ്രത്യേകമായിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് ഇപ്പോഴും എൻ്റെ കൂടെയുള്ള 3-4 ഫ്രണ്ട്സുണ്ട്. അവരോട് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. അതുകൂടാതെ പിന്നെ എൻ്റെ കോളേജ് ഫ്രണ്ട്സ്, അവരെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദിയോടെ കാണുന്നത്. കാരണം പ്രാർത്ഥന, പഠനം എന്ന രീതിയിൽ പോയിക്കൊണ്ടിരുന്ന എന്നെ വേറൊരു, അതായത് പൊട്ടക്കിണറ്റിൽ അല്ലെങ്കിൽ കിണറ്റിൽ കിടന്ന് തവള, പിന്നെ അതാണ് ലോകമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത് മാറ്റി ചിന്തിക്കാനും വിശാലമായ ലോകത്തെക്കുറിച്ച് എന്നെ അറിയിക്കാനും എന്നെ സഹായിച്ച എൻ്റെ റൂംമേറ്റ്സും എൻ്റെ കട്ട ഫ്രണ്ട്സുമായ, കട്ടയ്ക്ക് നിൽക്കുന്ന എൻ്റെ ചങ്ക്സ് ഫ്രണ്ട്സ്, അവരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പിന്നെ പറയാതെ പോയ ഒത്തിരി പേരോടും ഞാൻ നന്ദി പറയേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും കാണും ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റ്. നമ്മൾ ചിന്തിക്കും അവിടെ തീർന്നു, അല്ലെങ്കിൽ അവിടെയാണ് അവസാനം. എന്നാൽ അതൊന്നും അവസാനമല്ല, തുടക്കമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠം അതാണ്. ഇവിടെ അവസാനിക്കും അല്ലെങ്കിൽ ഇതുകൊണ്ട് തീരും എന്ന് ചിന്തിച്ച പല സ്ഥലത്തു നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പോലും ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കാരണം എൻ്റെ ജീവിതം ഇപ്പോഴും എൻ്റെ കയ്യിലല്ല. അതാണ് എൻ്റെ പ്രത്യേകത. ഇപ്പോഴും എൻ്റെ കയ്യിലല്ല എൻ്റെ ജീവിതം. എന്നിലേക്ക് വന്നെത്തുന്നവരുണ്ട്, ഞാൻ ചെന്നെത്തുന്നവരുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം എത്തുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പിന്നെ എന്തു വന്നാലും നേരിടാമെന്നുള്ളൊരു ധൈര്യം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം.
ഞാൻ ബൈബിൾ അധികം പഠിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ അധികം വായിച്ചിട്ടില്ലെങ്കിലും എനിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടായാൽ അല്ലെങ്കിൽ വിഷമം ഉണ്ടായാൽ അല്ലെങ്കിൽ സന്തോഷം ഉണ്ടായാൽ കൺഫ്യൂഷൻ ഉണ്ടായാൽ ഞാൻ ആദ്യം ചെന്നെത്തുന്നത് ഇപ്പോൾ ബൈബിളിലാണ്. ബൈബിള് ദൈവത്തിൻ്റെ വചനമാണ്. അതിലൂടെ എനിക്ക് കുറേ ഉത്തരങ്ങൾ ലഭിക്കും. എൻ്റെ ഏത് ചോദ്യത്തിനും ഉത്തരം ബൈബിളിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇനി അതിൽ നിന്നും കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ കിട്ടാതിരിക്കില്ല. ഇനി അത് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന കുറേ എൻ്റെ ആത്മീയ ഗുരുക്കന്മാരുണ്ട്. പേരിവിടെ പറയാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന ആരുടെയും പേരുകൾ പറയാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൾക്കാർ കാണുന്നതാണ്, ഒത്തിരി പേര് കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആരുടെയും പേരുകൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ ഇതെൻ്റെ ലൈഫ് വെച്ച് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും കാണും നമ്മുടെ ലൈഫ് ഒത്തിരി പ്രതീക്ഷകളും ഒക്കെ നമ്മൾ ഞാൻ കോളേജ് പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ബിടെക് പഠിച്ച ആളാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണ്. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻറ്റ്. അവിടെ വെച്ചാണ് എൻ്റെ ജീവിതം തിരിഞ്ഞത്, അല്ലെങ്കിൽ മറിഞ്ഞത്, തിരിഞ്ഞും മറിഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അത് ഒത്തിരി കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. ഞാൻ പഠിച്ചത് എറണാകുളത്ത് വെച്ചാണ്. അപ്പം ഇവിടുന്ന് എൻ്റെ വീടെന്ന് പറയുന്നത് ആനക്കാംപൊയിൽ, തിരുവമ്പാടി ആനക്കാംപൊയിലാണ്. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി ആനക്കാംപൊയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ ഈ ഗ്രാമീണ സ്ഥലത്തുനിന്നും ഒത്തിരി പാഠങ്ങൾ പഠിച്ച് അത് തന്നെ ഈ ഒരു ഗ്രാമീണ മേഖല എനിക്ക് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒരു സ്വർഗം അല്ലെങ്കിൽ ഹെവൻ എന്ന് തന്നെ പറയാം. ഈ ഭൂമിയിലെ സ്വർഗമാണ് ഞങ്ങളുടെ നാട്. അതങ്ങനെ തന്നെയാണ്. എനിക്ക് ഈ നാട് വിട്ടു പോകുന്നതിനോട് ഒട്ടും യോജിപ്പില്ലാത്ത ഒരാളാണ്. കാരണം ഇത് നൽകുന്നൊരു സന്തോഷവും ആനന്ദവും വേറെ എവിടെ ചെന്നാലും കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ പക്ഷേ നമ്മൾ പഠിക്കാൻ വേണ്ടി എന്തായാലും മാറണമല്ലോ. അപ്പം ഞാൻ കോളേജിൽ പോയി പഠിച്ചു. അങ്ങനെ എന്താ പറയുക, അവിടെ പാഠങ്ങൾ ബിടെക് പഠിക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് ഞാൻ ജീവിതം പഠിച്ചു എന്ന് വേണേൽ പറയാം. പഠിച്ചു കഴിഞ്ഞിട്ടില്ല, പഠിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുകയാണ് ജീവിതം. അപ്പോൾ എന്താ പറയുക, ഒത്തിരി പേരെ കാണാൻ പറ്റി, ഒത്തിരി പേരോട് സംസാരിക്കാൻ പറ്റി, ജീവിതം എന്തെന്ന് പയ്യെ പഠിക്കാൻ തുടങ്ങി. പിന്നെ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ച് ഞാൻ എന്തായാലും അവിടെ ആയിരുന്നപ്പോഴും ഞായറാഴ്ചയും അതുപോലെ തന്നെ ചൊവ്വാഴ്ച നൊവേന ഉണ്ടായിരുന്നു. യൂദാസ്ലീഹായുടെ നൊവേനയും കുർബാനയും അതൊക്കെ കൂടി എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ആത്മീയതയിലും വളർന്നു, അതോടൊപ്പം ഫ്രണ്ട്ഷിപ്പിലും വളർന്നു. ലോകത്തെയും പഠിച്ചു, ദൈവത്തെയും പഠിച്ചു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ദൈവത്തെ പഠിച്ചു എന്ന് തന്നെയാണ്. ദൈവത്തെ മുഖാഭിമുഖം കണ്ടു എന്നാണ് പറയാം. അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ബട്ട് അതിനുശേഷം ഇപ്പം ഒരു ആത്മധൈര്യവും ഒരു പോസിറ്റീവായിട്ട് എടുക്കാനുള്ള ഒരു എന്താ പറയുക മൈൻഡ് സെറ്റ്, ചിന്താഗതി എനിക്ക് വന്നിട്ടുണ്ട്. അതിന് കാരണക്കാരായത് ഇവരെല്ലാവരുമാണ്. അതിനുശേഷം പിന്നെ ഞാൻ ജോലി ചെയ്ത കുറേ സ്ഥലങ്ങളുണ്ട്. പേരാമ്പ്ര, അതിനുശേഷം ബാംഗ്ലൂർ, പിന്നെ ഗൾഫിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തായിരുന്നു. അങ്ങനെ ഒത്തിരി പേരെയായിട്ടുള്ള പരിചയവും അവരുടെ ജീവിതാനുഭവവും അവരിൽ നിന്നും ഞാൻ അറിഞ്ഞ കുറേ അറിവും, പിന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേരുടെ ജീവിതാനുഭവങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, കണ്ടറിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എന്നെ കൂടുതൽ അനുഭവജ്ഞാനമുള്ളവനാക്കിയെന്ന് വേണം പറയാം. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഒരു കോഴ്സ് എടുത്തതും. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് കേട്ടോ ഞാൻ കോഴ്സിൻ്റെ കാര്യം പറയാതെ. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ പിന്നെയും ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇന്ന കോഴ്സിനെ കുറിച്ച്. അത് കംപ്ലീറ്റ് ആക്കാം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്താ പറയുക, നമ്മളെപ്പോഴും ദൈവത്തോട് അടുത്തിരുന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മളോടും അടുത്ത് ഇരിക്കും. അതായത് നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു പെങ്കൊച്ചിനെ അല്ലെങ്കിൽ പെൺകുട്ടീനെ കല്യാണം കഴിച്ചെന്ന് വിചാരിക്കാം. ഞാൻ അവളോട് വിശ്വസ്തതയും ആത്മാർത്ഥതയും സ്നേഹവും കാണിച്ചാൽ അവൾ എന്നോട് സ്നേഹവും ആത്മാർത്ഥതയും കാണിക്കാം. അപ്പം നമ്മൾ അങ്ങോട്ട് കാണിക്കാത്തത് ഇങ്ങോട്ട് വേണമെന്ന് പറയുന്നതിൽ വലിയ ലോജിക്കില്ല. ഓക്കെ, അപ്പം എന്താ പറയുക, ദൈവത്തോട് നമ്മൾ അത്രയും
അടുത്ത് നിന്ന് ആ ഒരു ബന്ധം കീപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വലിയ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ വന്നാലും വീണു പോകത്തില്ല. തളർന്നേക്കാം, ക്ഷീണിച്ചേക്കാം, നമ്മൾ വിചാരിക്കും ഇവിടെ വെച്ച് തീർന്നു പോയേക്കാം എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അതൊന്നും ഒടുക്കമല്ല. അതൊക്കെ തുടക്കമാണ്. ഒരു പരാജയത്തിൽ നിന്നേ വിജയിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജീവിത വിജയം നേടാൻ കഴിയുള്ളൂ. പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ ജീവിതത്തിലോ എന്ത് തന്നെ തകർച്ചയുണ്ടായാലും അല്ലെങ്കിൽ തകർച്ച ഉണ്ടായാലും അതൊന്നും അന്ത്യമല്ല. അത് വിജയത്തിൻ്റെ തുടക്കമാണ്, ചവിട്ടുപടിയാണ്. അങ്ങനെ നമ്മൾ അതായത് അവിടെ വെച്ച് മത്സരം നിർത്താത്തവർക്ക് ഓക്കെ. പിന്നെ നമ്മൾ സുവിശേഷം വായിക്കാറുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് കിട്ടിയേക്കുന്ന സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളാണ്. അതിലിങ്ങനെ പറയുന്നു: അധർമ്മി വാക്കുകൊണ്ട് അയൽക്കാരനെ നശിപ്പിക്കും, നീതിമാൻ വിജ്ഞാന നിമിത്തം വിമോചിതനാകും. നീതിമാന്മാരുടെ ക്ഷേമങ്ങൾ നഗരം ആഹ്ലാദിക്കുന്നു, ദുഷ്ടരുടെ നാശത്തിൽ സന്തോഷത്തിൻ്റെ ആർപ്പുവിളി മുഴങ്ങുന്നു. സത്യസന്ധൻ്റെ മേലുള്ള അനുഗ്രഹങ്ങൾ നഗരം ഉത്കർഷം പ്രാപിക്കുന്നു, ദുഷ്ടരുടെ വാക്ക് നിമിത്തം അത് അധംപതിക്കുന്നു. അപ്പം നമ്മുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് വിജയ്, ശ്രീ ജോസഫ് വിജയ്. ഇപ്പം തമിഴ്നാട് മുഖ്യമന്ത്രിയായ ശ്രീ ജോസഫ് വിജയ് സാർ. അപ്പം ചലച്ചിത്ര അഭിനേതാവായിരുന്നപ്പോഴും ഓക്കെ, അതായത് നടനായിരുന്നപ്പോഴെല്ലാം എനിക്ക് അദ്ദേഹത്തെ അത്രയും ബഹുമാനത്തോടെയും അത്ര ഇഷ്ടമാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം എന്താ പറയുക, അദ്ദേഹം ഇപ്പം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി മാറിയതിൽ ഞാൻ അതിയായിട്ട് എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കാരണം അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് അധികം അറിവില്ലായിരുന്നു. പുള്ളി എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ആദ്യമേ ഞാൻ വിചാരിച്ചിരുന്നത് എന്തായാലും LDF സർക്കാർ മാറി വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. കാരണം അത് ആ ഒരു ഭരണം ഇപ്രാവശ്യവും തുടർന്നായിരുന്നെങ്കിൽ അത് വൻ പരാജയമായേനെ. പരാജയം അല്ല എന്നല്ല ഉദ്ദേശിച്ചത്, ബട്ട് അത് ഒത്തിരി ഒരു മാറ്റം ആവശ്യമാണ്. ജനങ്ങളെല്ലാവരും അത്രയും ആവശ്യത്തോടെ തീരുമാനമെടുത്താണ് മാറ്റം വേണം. കാരണം ഒരു നേതാവിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും LDF സർക്കാർ നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പം പെൻഷൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കറണ്ട് കട്ടില്ല, അതൊന്നും അല്ല യഥാർത്ഥത്തിലുള്ള ഭരണം. ബട്ട് ഞാൻ വിചാരിച്ചിരുന്നത് മറ്റേ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവുമായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതല്ല, വി.ഡി. സതീശൻ വന്നപ്പോൾ എനിക്കറിയില്ല, പുള്ളിനെക്കുറിച്ച് അറിയില്ല, അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് അറിയില്ലാത്തത് കൊണ്ട് എന്താകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളോടുള്ള റെസ്പോൺസും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാനും ഏതൊരു ചോദ്യത്തോടും അതിൻ്റെ ലാഘവത്തിൽ ഏത് രീതിയിലാണ് പറയേണ്ടതെന്ന് അറിയാവുന്ന ഇത്രയും നല്ലൊരു മുഖ്യമന്ത്രി എനിക്ക് ഉമ്മൻചാണ്ടി സാറിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അതാണ് ഞാൻ പറയേണ്ടത്. അതുപോലെ തന്നെ V.S. അച്യുതാനന്ദൻ സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവരൊക്കെ എടുത്തിരുന്ന ആ ഒരു ശൈലി V.D. സതീശൻ സാറിൽ നിന്നും കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഈ ഒരു കാര്യം മാറി വേറൊരു സർക്കാർ വന്ന് തുടരുന്നു. അപ്പം ഇപ്പം എന്തായാലും ഒത്തിരി ആശ്വാസം ഞാൻ കാണുന്നുണ്ട്. കാരണം സ്ത്രീകൾക്ക് എങ്ങോട്ടും സൗജന്യത്തോടെ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം, അത് സ്ത്രീകൾക്ക് വീട്ടിലിരിക്കുന്നവർക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെങ്കിൽ തന്നെ ഒരു സഹായമാകുന്ന ഒരു കാര്യമാണ്. ഇതുപോലത്തെ ഒത്തിരി കാര്യങ്ങൾ സർക്കാർ കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നല്ലൊരു സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്, അത് പറയാതിരിക്കാൻ വയ്യ. കാരണം എല്ലാത്തിലും മികച്ചതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ V.D. സതീശൻ സാറിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന ഈ ഒരു ഭരണം നല്ലൊരു ഭരണമാണ്. ഇതിലും നല്ലത് ഇനി വന്നേക്കാം ഭാവിയിൽ, അത് നമുക്കറിയില്ല. ബട്ട് ഇപ്പോൾ നല്ല കാര്യമാണ് വന്നിരിക്കുന്നത്.
ഇത് തുടരാനായിട്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമ്മൾ പറഞ്ഞ് കാട് കയറുന്നുണ്ട്. അപ്പം ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. പിന്നെ ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനൽ, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവർക്ക് വേണേൽ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ലൈക്ക് അടിക്കുന്നവർ ലൈക്ക് അടിക്കാം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വിയോജിപ്പോ അല്ലെങ്കിൽ എതിർപ്പോ ഉള്ളവർക്ക് കമൻറ്റ് വഴി രേഖപ്പെടുത്താവുന്നതാണ്. ഒരു ഇതിലില്ല, ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ അതിനുള്ള റെസ്പോൺസും കൊടുക്കുന്നതായിരിക്കും. എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതൊരു കാര്യത്തെയും പോസിറ്റീവായിട്ട് കാണാനായിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ബിൽഡപ്പ് ചെയ്തെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആദ്യത്തെ ദൈവവിശ്വാസം വേണം. അതിന് ശേഷം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മലയിടിഞ്ഞ് വന്നാൽ പോലും പോസിറ്റീവായിട്ട് ആ കാര്യത്തെ എടുക്കുകയും അതിനെ നേരിടുകയും ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുക. ജീവിതത്തിൽ അതാണ് പ്രധാനപ്പെട്ടത്. കാരണം കൊച്ചുങ്ങൾ ഞാൻ പിന്നെയും വാക്ക് കയറി പോകുന്നുണ്ട്, എന്നാലും ശ്രമിക്കുക. നമ്മളിപ്പോഴൊക്കെ അല്ലേ ബുധനാഴ്ചയും ഞായറാഴ്ചയും മാത്രമേ ഞാൻ ഇതിനകത്ത് വീഡിയോസ് ഇടുന്നുള്ളൂ. പിന്നെ അല്ലാത്ത ദിവസങ്ങളിൽ വചനം വായിക്കുന്നതേ ഉള്ളൂ. അപ്പം അത് നിങ്ങളോട് പറയുകയാണ്, വചനം വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം, പുതിയ നിയമം മത്തായിയുടെ സുവിശേഷമാണ് ഞാനിപ്പം വീഡിയോസ് ഇടുന്നത്. 9ഉം 10ഉം ആയിരുന്നു കഴിഞ്ഞ ദിവസം വായിച്ചത്. 1 തൊട്ട് 10 വരെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് പോകുന്നത്. ഞാനിപ്പോൾ പറഞ്ഞു വന്നെന്തായിരുന്നു, എന്താ പറയുക, മലയിടിഞ്ഞ് വന്നാലും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. അത് മാത്രമല്ല, നമ്മൾ ചെറുപ്പമായിരുന്നപ്പോൾ നമ്മൾ പയ്യെ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ കണ്ട് അവരുടെ അറിവ് നമ്മൾ അതായിരിക്കും യഥാർത്ഥത്തിലുള്ളതെന്ന് വിചാരിച്ച് അങ്ങനെ വളരുന്നു. പിന്നെ നമ്മൾ പയ്യെ ലോകത്തെക്കുറിച്ച് അറിയുന്നു, ലോകത്തെ ജീവിക്കേണ്ട രീതിയെക്കുറിച്ച് പഠിക്കുന്നു. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ആദ്യമേ കൂട്ടയോട്ടമായിരുന്നു, പിന്നെ അന്നേരം നമ്മളെ സഹായിക്കാൻ കുറേ പേരുണ്ടാവും. പിന്നെ ഓടേണ്ടത് നമ്മൾ കുറച്ച് പേരാവും. അതിനുശേഷം ഒറ്റയ്ക്കായിരിക്കും ഫിനിഷിംഗ് പോയിന്റിൽ നമ്മൾ എത്തേണ്ടത്. അപ്പം അന്നേരം നമ്മൾ എങ്ങനെയാണ് ഓടുന്നത്, പിന്തിരിഞ്ഞ് ഓടണോ, മുന്നോട്ട് ഓടണോ, ഫിനിഷിങ്ങിൽ എത്തണോ, അതെങ്ങനെയാണ് എത്തേണ്ടത് എന്നൊക്കെയുള്ള നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ട് അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്തിലേക്ക് വന്നത് ഒറ്റയ്ക്കാണ്, ജീവിക്കുന്നത് കൂട്ടമായിട്ടായിരിക്കും, ഫിനിഷ് ചെയ്ത് പോകേണ്ടതും ഒറ്റയ്ക്കാണ്. അപ്പം നമ്മൾ ജീവിക്കുന്ന ജീവിതം നല്ല സന്തോഷത്തോടെ പോസിറ്റീവായിട്ട്, എല്ലാവരും പറയും പോസിറ്റീവായിട്ട് ജീവിക്കുക. എങ്ങനെയാണ് ഈ പോസിറ്റീവായിട്ട് ജീവിക്കേണ്ടത്, അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോയിൽ ഞാൻ കാട് കയറി കുറേ പോയിട്ടുണ്ട്. എല്ലാവരും അത് എടുക്കേണ്ട രീതിയിൽ എടുക്കുക. ചീത്തയൊന്നും വിളിച്ചേക്കരുത്. കാരണം ഇത് ഒത്തിരി പേര് നമ്മുടെ കാണുന്ന ആൾക്കാർ കാണുന്നതായിരിക്കും. അപ്പം അങ്ങനെ നെഗറ്റീവായിട്ട് പറയേണ്ടവർക്ക് പറയാം, ഞാൻ നോ എന്ന് പറയുന്നില്ല. പക്ഷേ അത് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം താങ്ക് യു. എൻ്റെ പേര് മറക്കരുത്, എൻ്റെ പേര് നോജിൻ വരീക്കൽ എന്ന് തന്നെയാണ്. താങ്ക് യു. ശരി.